അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദൈവമേ, എൻ്റെ ശത്രുക്കളിൽ നിന്നും എനിക്കെതിരായി നിൽക്കുന്നവരിൽ നിന്നും എന്നെ മോചിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, എൻ്റെ ശത്രുക്കളിൽ നിന്നും എനിക്കെതിരായി നിൽക്കുന്നവരിൽ നിന്നും എന്നെ മോചിക്കണമേ. ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ മോചിക്കണമേ. രക്തദാഹികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ ജീവനു വേണ്ടി അവർ പതിയിരുന്നു. എനിക്കെതിരെ അവരുടെ ദുഷ്ടത ശക്തിപ്പെടുത്തി. കർത്താവേ, ഇത് എന്റെ തെറ്റോ പാപമോ നിമിത്തമല്ല, അജ്ഞത കൊണ്ടല്ല അവർ എനിക്കെതിരെ പാഞ്ഞണഞ്ഞത്. ഇസ്രായേലിന്റെ ദൈവമേ, ഉണരണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, കാണണമേ. എല്ലാ ജനതകളെയും വിചാരണ ചെയ്യണമേ. ദുഷ്ടരോട് അങ്ങ് ക്ഷമിക്കരുതേ. അവരുടെ ഭാഷണം അധരങ്ങളിൽ നിന്നുള്ള വാളാണ്, ആരും കേൾക്കാനില്ലെന്ന് അവർ പറയുന്നു. ദൈവമേ, അങ്ങേ ഞാൻ സ്തുതിക്കും. എൻ്റെ അഭയസ്ഥാനം അങ്ങാണല്ലോ. ദൈവമേ, അങ്ങയുടെ കൃപ എൻ്റെ മുൻപിലുണ്ടായിരിക്കട്ടെ. ശത്രുക്കളുടെ ഇടയിൽ എന്നെ ഉയർത്തണമേ. എൻ്റെ ജനം വഴിതെറ്റാതിരിക്കാൻ അങ്ങ് അവരെ സംഹരിക്കരുതേ. അങ്ങയുടെ ശക്തിയിൽ അവരെ ഭയപ്പെടുത്തണമേ. എൻ്റെ ശരണമായ കർത്താവേ, അവരെ ഇളക്കണമേ. അവരുടെ ഉള്ളിലെ പാപം അവരുടെ അധരങ്ങൾ സംസാരിച്ചു. സ്വന്തം അഹന്തയിൽ അവർ പിടിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ അവർ ശാപവും നുണയും പറയുന്നു. അങ്ങയുടെ കോപത്താൽ അവരെ നശിപ്പിക്കണമേ. കാണപ്പെടാതിരിക്കാൻ അവരെ ഉന്മൂലനം ചെയ്യണമേ. ദൈവം യാക്കോബിന്റെ മേലും ഭൂമിയുടെ അതിർത്തികളിന്മേലും അധികാരമുള്ളവനാണെന്ന് അവർ അറിയട്ടെ. അവർ ഭക്ഷണം അന്വേഷിക്കും, അവർക്ക് തൃപ്തി വരില്ല, അവർക്ക് ഉറക്കം വരികയില്ല. അങ്ങയുടെ ശക്തി ഞാൻ പുകഴ്ത്തും.
പുലരിയിൽ അങ്ങയുടെ കൃപാവരം വാഴ്ത്തും. എന്റെ ഞെരുക്കുകാലത്ത് അങ്ങ് എന്റെ വിമോചകനാണ്, എന്റെ അഭയകേന്ദ്രവും അങ്ങാണ്. ദൈവമേ, ഞാൻ അങ്ങേ പാടി സ്തുതിക്കും. എന്തുകൊണ്ടെന്നാൽ എന്റെ സങ്കേത സ്ഥലവും എനിക്ക് കൃപയേകുന്ന ദീപവും അങ്ങാണ്. ദൈവമേ, അങ്ങ് ഞങ്ങളെ മറന്നു, ഞങ്ങളെ തള്ളിക്കളഞ്ഞു, ഞങ്ങളോട് അങ്ങ് കോപിക്കുകയും ചെയ്തു. അങ്ങ് ഭൂമിയെ കുലുക്കുകയും അതിനെ പിളർക്കുകയും ചെയ്തു. അങ്ങ് അതിന്റെ വിള്ളലുകൾ നികത്തണമേ, എന്തുകൊണ്ടെന്നാൽ അത് ദുർബലമായിരിക്കുന്നു. കഠിനമായ കാര്യങ്ങൾ അങ്ങ് സ്വന്തം ജനത്തെ കാണിച്ചു, അവരെ കലങ്ങിയ വീഞ്ഞു കുടിപ്പിച്ചു. വില്ലിന്റെ മുൻപിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ ഭക്തർക്ക് അങ്ങ് അടയാളം നൽകി. അങ്ങയുടെ സ്നേഹിതരെ സായുധരാക്കാൻ വേണ്ടി അങ്ങയുടെ വലതുകരത്താൽ എന്നെ കാത്തുരക്ഷിക്കണമേ. എനിക്ക് ഉത്തരമരുളണമേ. തന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ദൈവം സംസാരിച്ചു. ഞാൻ ശക്തി പ്രാപിച്ച് സിക്കീമിനെ വിഭജിക്കും, സാഗോസിന്റെ താഴ്വര അളന്നു തിരിക്കും. ഗിലാദ് എനിക്കുള്ളതാണ്, മനാസയും എന്റേതാണ്. എഫ്രായിം എന്റെ ശിരസിന്റെ സംരക്ഷകനാണ്, യൂദാ എന്റെ രാജാവാണ്, മോവാബ് എന്റെ പാദക്ഷാളന പാത്രമാണ്. ഏദോമിനെതിരെ ഞാൻ പാതുകമഴിക്കും, ഫിലിസ്തീർക്കെതിരെ ഞാൻ ആക്രോശിക്കും. ഏദോം വരെ ആര് എന്നെ കൊണ്ടുപോകും? സുശക്തമായ നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ദൈവമേ, അങ്ങ് ഞങ്ങളെ മറന്നു കളഞ്ഞുവോ? ഞങ്ങളുടെ സൈന്യത്തോടൊത്ത് നീങ്ങുന്നില്ലയോ? ശത്രുക്കൾക്കെതിരെ ഞങ്ങൾക്ക് സഹായമേകണമേ. മനുഷ്യരിൽ നിന്നുള്ള രക്ഷ വ്യർത്ഥമാകുന്നു. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. ഹൃദയവ്യഥയോടെ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. പാറമേൽ എന്നെ ഉയർത്തി നിർത്തണമേ, അങ്ങ് എന്നെ ആശ്വസിപ്പിക്കണമേ. അങ്ങാണ് എന്റെ അഭയകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള ഉയർന്ന കോട്ടയും. അങ്ങയുടെ കൂടാരത്തിൽ ഞാൻ എന്നേക്കും വസിക്കും, അങ്ങയുടെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കപ്പെടും. ദൈവമേ, അങ്ങ് എന്റെ നേർച്ചകൾ സ്വീകരിച്ചു. തിരുനാമത്തെ ആദരിക്കുന്നവർക്കുള്ള അവകാശം അങ്ങ് എനിക്ക് നൽകി. രാജാവിന് ദീർഘായുസ് നൽകണമേ. അദ്ദേഹത്തിന്റെ സംവത്സരങ്ങൾ അനവധി തലമുറകളോളം നീളട്ടെ. കരുണയും സത്യവും പാലിക്കുന്നവൻ ദൈവസന്നിധിയിൽ എന്നേക്കും നിലനിൽക്കും. എന്നും എന്നേക്കും ഞാൻ അങ്ങയുടെ നാമം കീർത്തിക്കും, അനുദിനം നേർച്ചകളെല്ലാം നിറവേറ്റും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ, ദൈവം നൽകിയതാം 10 പ്രമാണങ്ങൾ ദൈവത്തിൻ സ്വരമായി മോശെ കൈക്കൊണ്ടു, ആദരമോടതു സ്ഥാപിച്ചു പേടകമധ്യത്തിൽ. കർത്താവ് സിഹ്യോനിൽ സംപ്രീതനാണ്. കാലത്തികവിലിതാ വചനം മാനവനായി നിർമ്മല കന്യകയാം ദൈവിക പീഠത്തിൽ സ്വന്ത ജനത്തിൻ മധ്യത്തിൽ വാഴാൻ തിരുമനസായി. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ സ്വരമാം വചനത്തിനുചിതമായി ആമേൻ ചൊല്ലിയവൾ കന്യകയാം മറിയം, മാനവനാം തിരുവചനത്തിൻ ദാസിയും അമ്മയുമായി.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നീതിയെഴുന്നവനാം താതന്മാർ യൗസേപ്പ് കന്യാമാതാവാം ദൈവിക പീഠത്തെ ആദരമോടെ കൈക്കൊണ്ടു മുദമോടു സേവിച്ചു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും നമ്മുടെ ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ. അവിടുത്തെ മാർഗ്ഗങ്ങൾ ഭൂമിയിലും രക്ഷ എല്ലാ ജനതകളിലും അറിയപ്പെടട്ടെ. ദൈവമേ, ജനതകൾ അങ്ങേ ഏറ്റുപറയട്ടെ. ജനപദങ്ങളെല്ലാം അങ്ങേ പാടി പുകഴ്ത്തട്ടെ. എല്ലാ
രക്ഷകനലിവു നിറഞ്ഞെന്നിൽ ദിവ്യവരങ്ങൾ ചൊരിഞ്ഞതിനാൽ ഇന്നു തുടങ്ങി തലമുറകൾ വാഴ്ത്തിടുമെന്നെ നിരന്തരമായി. ഭക്തജനത്തിനു സകലേശൻ നിത്യമനുഗ്രഹമരുളുന്നു. ഗർവിതനപജയമേറ്റുന്നു, ബലമൊടു വിജയം നേടുന്നു. എളിയ ജനത്തെ വളർത്തുന്നു, ബലമുള്ളവരെ താഴ്ത്തുന്നു. ധനികർക്കൊന്നും നൽകാതെ പശയുള്ളവരെ പോറ്റുന്നു. അബ്രാഹമോടും തനയരോടും പണ്ടേ ചെയ്തൊരു വാഗ്ദാനം ദൈവം കരുണയോടോർത്തല്ലോ, തുണ ഇസ്രായേലിനു ചെയ്തല്ലോ. താതനും അതുപോലാത്മജനം റോഹായ്ക്കും സ്തുതി എന്നേക്കും, ആദ്യം മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. മുൻപ് യഹൂദമതത്തിൽ ആയിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദമത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാനൊരു മനുഷ്യൻ്റെയും ഉപദേശം തേടാൻ നിന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും